My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Early morning reading ആണ്. എന്താണ് നിങ്ങൾക്ക് ഉള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഓർ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് എൻ്റെ സ്പിരിറ്റ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ? ഓക്കെ, എവിടേക്കാണോ നിങ്ങൾ കുറച്ച് സമയമായിട്ട് ഇമോഷണലി സ്റ്റക്ക് ആയിട്ടുള്ളത്, കുറച്ച് സമയമായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കിക്കൊണ്ട് ഇരുന്നിട്ടുള്ളത്, അങ്ങനത്തെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഡിസ്കണക്ട് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഐ കൻ സെൻസ് ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ബേർഡൻ ഇറക്കി വെച്ചൊരു ഫീൽ ഉണ്ടാവും. ഈവൻ നമുക്കറിയില്ല ചിലത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബേർഡൻ നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്, അല്ലെ? ഇങ്ങനത്തെ ഒരു ഹെവിനെസ് നമ്മളുടെ ചെസ്റ്റിൽ എന്തോ ഹെവി ആയിട്ട് എന്തോ ഒരു കാര്യം എടുത്ത് വെച്ചതുപോലെ റീസൺ അറിയാത്ത ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓർ ചില ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം റീസെൻ്റ്ലി. സോ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഡിസ്കണക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയാണ്. ഓക്കെ, സോ ചില പ്ലേസ് നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്ന്, ചില ഇമോഷൻസ് നിന്ന്, ഓർ എന്താണോ നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫീലിങ്സ്, അതായത് വളരെ ഡിസ്കണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊരു രീതിയിലും ഡിസ്റ്റർബ്ഡ് ആക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്ലേസിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തോ, ചില ആളുകളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്തോ, ചില ഇമോഷൻസിൽ മാറ്റം വരുന്ന സമയത്തോ അത് നിങ്ങൾക്ക് വളരെ ഒരു ഈസിനെസ് തരുന്നുണ്ട്, വളരെ ഒരു സ്പേസ് തരുന്നുണ്ട്. അതായത് വേറെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാനും വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങാനും ഒക്കെ. സോ ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങണം, ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി ഇങ്ങനത്തെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? നിങ്ങളുടെ വർക്ക് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ മേലെ തന്നെ ആയിരിക്കാം. ഓക്കെ, സോ ആ ഒരു ഫ്രീഡം എസ്പെഷ്യലി ആ ഒരു ഇമോഷണൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ, റൈറ്റ്? സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് തരാൻ പോകുന്നത്, ഏറ്റവും ഗുണമായിട്ട് വരാൻ പോകുന്നത്, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഗൈസ്, നിങ്ങൾക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് വളരെ റിലീഫാണ് ചില ആളുകൾക്ക്. നിങ്ങൾ കുറച്ച് സമയമായിട്ട് ഇതുപോലെ ഉള്ളൊരു സർക്കിളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഒരു മനപ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്നാണ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നത്, ഡിസ്കണക്ട് ആവുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഈ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട് എന്ത് ചൂസ് ചെയ്യാന്നുള്ളത്. സോ ഇത്ര സമയമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, റൈറ്റ്? ഈ സമയം നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ ഇനി മുന്നിൽ കാണുന്നത് അവസരങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ഗ്രോത്ത് മാത്രമാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നിൽ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ കൻ സീ ഇസ് നിങ്ങൾ ഏത് ഡോർ ചൂസ് ചെയ്യുന്ന സമയത്തും അവിടെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്, അവിടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് എൻഗേജ്ഡ് ആവുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോബോ, നിങ്ങളെ തന്നെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ വരുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അത്രയും സ്ട്രഗിൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളെ ചിന്തിച്ച് തുടങ്ങാം, നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റിയിട്ട് ചിന്തിച്ച് തുടങ്ങാം. അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ അത് മാക്സിമം നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, പേഷ്യൻസ്. വീണ്ടും നിങ്ങൾ ചില കാര്യങ്ങൾ ഗ്രോ ചെയ്ത് കൊണ്ടുവരാണ്, വീണ്ടും ചില കാര്യങ്ങൾ റൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്, വീണ്ടും ചില കാര്യങ്ങൾ തളിർത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്, നിങ്ങൾ ഇത്ര കാലമായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചില കാര്യങ്ങളൊക്കെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? സോ ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ കാലമായിട്ട് ഒരു ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു,
കുറെ കാലമായിട്ട് ഒരു ഫൈനാൻഷ്യലി ഒരു ഡോറ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ, ഒരു വഴി സോഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് അതായിരിക്കാം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസും ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക, ജോബ്, നിങ്ങളുടെ കർമ്മ വളരെ ആക്റ്റീവായിട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഷ്യൂറൻസ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു അഷ്യൂറൻസ് വേണം ചില ആളുകൾക്ക്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ലൈഫ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. അത് വളരെ കുറച്ച് ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് സിറ്റുവേഷൻ ആണ് അല്ലെ. സോ നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇനി ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല ഗായ്സ്, നിങ്ങൾക്ക് ലൈഫിൽ ഇനി ഒരുപാട് കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ടുള്ള വളരെ ഒരു സഫർ ചെയ്തു പോയിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾ ഫൈനലി ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരികയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ലാൻഡിങ് ടൈമാണ്. സേഫ് ആയിട്ട് നിങ്ങൾ എവിടേക്കോ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലൈഫിന്റെ ഒരു സേഫ് സോണിലേക്ക് നിങ്ങൾ വരികയാണ്. ലൈഫിന്റെ റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക്, പ്ലേസിലേക്ക്, ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു റിലീഫ് എന്ന് പറയുന്നത് കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ വലിയൊരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി ഇല്ല. അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് ഡിസ്കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഈസിനെസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ടത്. അതാണ്. സോ ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഫിയർ, ആങ്സൈറ്റിന്റെ കൂടെ വേണം നിങ്ങൾ ഇനി മുന്നോട്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ, സോ ചില ആളുകളുടെ സിറ്റുവേഷൻ അതാണ്. സോ നമുക്ക് ഇറ്റ്സ് ലൈക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ബാക്കി എല്ലാം കാണുന്ന സമയത്ത് അതിനൊരു പേടി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ഓക്കെ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് വർക്ക് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾ അതിൽ ഫെയിൽ ആവോ, നിങ്ങൾക്ക് അതിന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവോ, എന്തും ആയിക്കോട്ടെ, ബട്ട് നിങ്ങൾ എപ്പോഴും പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഓക്കെ, സോ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളുടെ വിദ്യയാണെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. ആൻഡ് അതിനുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അല്ല, നിങ്ങളുടെ ലൈഫ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയഷ്യൂറൻസ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്ന ആ ഒരു പവറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു വാക്കുകളായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എൻ്റെ വിധിയാണ്, ഞാൻ ഇത് അനുഭവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് നിർത്തുന്ന സമയത്ത്, അതിനെ പറ്റിയിട്ട് പറയാതിരിക്കുന്ന സമയത്ത് അതിന് പിന്നെ അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ആൻഡ് അതെന്നാണ് ചില ആളുകൾ നിങ്ങൾ ഡിസ്കണക്ട് ആയി പോകുന്നത്. അങ്ങനെ ആ ഒരു ബേർഡൻ ആണ്. നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ വലിയ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. സോ ചില ആളുകൾ, മേ ബി നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വിധിയാണ്, എൻ്റെ വിധിയാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വിധിയല്ല. സോ അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് പുതിയ അവസരങ്ങൾ നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ആൻഡ് ആ സമയത്താണ് നിങ്ങൾ വീണ്ടും പുഷ്പിക്കാൻ തുടങ്ങുന്നത്, വീണ്ടും വളരാൻ തുടങ്ങുന്നത്, വീണ്ടും നിങ്ങളുടെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരുന്നത്, വീണ്ടും നിങ്ങളുടെ പവറിലേക്ക് വരുന്നത്, വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫെമിനിൻ, മാസ്കുലിൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, വീണ്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവുന്നത്, ആൻഡ് വീണ്ടും നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈവൻ നിങ്ങൾ ഏത് പ്ലേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ അംഗീകരിക്കുക, നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും, ഞാനത് ഡിസേർവ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിലല്ല നിൽക്കേണ്ടത്, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം, എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഉണ്ടാവേണ്ടത്. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതാണ് നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു വേർഷൻ
മാറ്റി എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റോറി തിരുത്തി എഴുതാൻ സഹായിക്കുന്നത് ആ ഒരു തിരിച്ചറിവാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടോ ഗൈസ്, അതിന് നിങ്ങൾ ഫ്രീ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഫേസ് നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് നിങ്ങൾ എൻഡ് ആക്കിയിട്ട് ഇനി നിങ്ങൾ ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളിൽ നിന്ന് മാറി പോകുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ പോർഷൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, മേജർ റോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ആളുകളോ സിറ്റുവേഷനോ ആയിരിക്കാം. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നാച്ചുറലി തന്നെ അടർന്നു വീണ് പോകുന്നുണ്ട്. കൊഴിഞ്ഞു പോവാന്നൊക്കെ പറയുന്നത് പോലെ എന്തിനാണ് അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സമയത്ത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വളരണം, ഗ്രോ ചെയ്യണം, പച്ചപിടിക്കണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ കൊഴിഞ്ഞു പോകണം. സോ എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ഒരു കാര്യം നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ, അത് ആക്ച്വലി നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലോസ് അല്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ടൈമിൽ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ മാറിപ്പോകുന്നോ, നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിലാണ് നിങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ട് വളർന്നു വരിക. ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു ഓത്തന്റിക് പവറിലേക്ക് കൂടുതൽ വന്ന് നിങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ സർവീസ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക, കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലൈഫ് കൂടുതൽ വളരെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.